Hello guys, welcome back to Peak Time Learners. ഈ ലെക്ചറിൽ KTU MCA സെക്കൻഡ് സെമ്മിൽ വരുന്ന അഡ്വാൻസ്ഡ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അതിന്റെ ഫിഫ്ത്ത് മൊഡ്യൂളിന്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിൽ ഇൻക്ലൂഡ് ആവുന്ന ടോപ്പിക്സ് ആണ് ഒബ്ജക്ട് ബേസ്ഡ് ഡേറ്റാബേസസ്, കോംപ്ലക്സ് ഡേറ്റ ടൈപ്സ്, സ്ട്രക്ചേർഡ് ടൈപ്സ് ആൻഡ് ഇൻഹെറിറ്റൻസ് ഇൻ SQL, ടേബിൾ ഇൻഹെറിറ്റൻസ്, array and multiset in SQL, object identity and reference types in SQL. ഇത്രയും ടോപ്പിക്സ് ആണ് ഇതിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ വൺ ബൈ വൺ നോക്കാം. ഇതിന്റെ സ്റ്റാർട്ടിങ് തന്നെ ഒബ്ജക്റ്റ് ബേസ്ഡ് ഡേറ്റാബേസ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ബേസ്ഡ് ഡേറ്റാബേസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കുന്നതിന് മുന്നേ നമ്മുടെ റിലേഷണൽ ഡേറ്റ ടൈപ്പിൽ റിലേഷണൽ ഡേറ്റാബേസിൽ ഡേറ്റാസ് എങ്ങനെയാണ് സ്റ്റോർ ആവുന്നത് എന്ന് നോക്കാം. റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത് ടേബിൾ ഫോർമാറ്റിൽ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലാണെങ്കിൽ നമ്മൾ ഓരോ കോളത്തിലും യൂണിക് റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത് ടേബിൾ ഫോർമാറ്റിൽ നമ്മൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നതാണ്. ആൻഡ് ഇതിൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. ലൈക്ക് ഓരോ സെല്ലിലും ഉള്ള വാല്യൂസ് അറ്റോമിക് ആയിരിക്കണം. അതാണ് റിലേഷണൽ ഡേറ്റാബേസ്. അപ്പോൾ റിലേഷണൽ ഡേറ്റാബേസിൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഓരോ സെല്ലിലും അറ്റോമിക് ആയിട്ടുള്ള വാല്യൂസ് വേണം സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ അതിൽ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റാസ് ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റൂല. ബട്ട് കോംപ്ലക്സ് ആപ്ലിക്കേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിൽ ഇൻഹെറിറ്റൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. പിന്നെ കോംപ്ലക്സ് ഡേറ്റ ടൈപ്സ് ലൈക്ക് നെസ്റ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് വേണം. റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഒരു ടപ്പിലുള്ള വാല്യൂ ആണ്. അപ്പം നെസ്റ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് വേണം. അതല്ലാതെ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് വേണം. ഇതെല്ലാം നമ്മളുടെ റിലേഷണൽ ഡേറ്റാബേസിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റൂല. റിലേഷണൽ ഡേറ്റാബേസിൽ ഇൻഹെറിറ്റൻസോ നെസ്റ്റഡ് റെക്കോർഡ്സോ ഇതിന്റെ കോൺസെപ്റ്റോ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്ജക്ട് ബേസ്ഡ് ഡേറ്റാബേസസ് കൊണ്ടുവന്നത്. ഒബ്ജക്ട് ബേസ്ഡ് ഡേറ്റാബേസസ് എന്ന് പറയുമ്പോൾ നമ്മൾ റിലേഷണൽ ഡേറ്റ മോഡലിനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അതിൽ കോംപ്ലക്സ് ഡേറ്റ ടൈപ്സ് പിന്നെ ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒബ്ജക്ട് ബേസ്ഡ് ഡേറ്റാബേസസ്. നോർമലി നമ്മൾ ഊപ്സിന്റെ കോൺസെപ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ അതിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ക്ലാസ് പിന്നെ ഒബ്ജക്റ്റ്, ഇങ്ങനെ റിയൽ വേൾഡ് എൻറ്റിറ്റീസ് ഒക്കെ യൂസ് ചെയ്യത്തില്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റിലേഷണൽ മോഡലിൽ കൊണ്ടുവരുവാണ്. അപ്പോൾ റിലേഷണൽ മോഡലിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതുപോലെ കോംപ്ലക്സ് ഡേറ്റ ടൈപ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒബ്ജക്ട് ബേസ്ഡ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്ട് ബേസ്ഡ് ഡേറ്റാബേസിൽ നമ്മൾ ഡേറ്റാസ് ഒബ്ജക്റ്റ് റിലേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള മൈഗ്രേഷൻ പാത്ത് കിട്ടും. അതായത് നമ്മളുടെ ഒരു കോംപ്ലക്സ് ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് വെക്കാം, പിന്നെ ഒരു റിലേഷണൽ ഡേറ്റാബേസ് ഉണ്ടെന്ന് വെക്കാം. നമ്മളുടെ ഈ കോംപ്ലക്സ് ആപ്ലിക്കേഷൻസിലുള്ള ഡേറ്റാസിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ റിലേഷണൽ ടേബിളിൽ യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇതിനെ നമുക്ക് ഈ കോംപ്ലക്സ് ഡേറ്റ ടൈപ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് റിലേഷണൽ ആക്കി മാറ്റി സ്റ്റോർ ചെയ്യണം. അതേപോലെ റിലേഷണലിനെ നമ്മൾ ആപ്ലിക്കേഷനിലോട്ട് എടുക്കുമ്പോഴും ഇത് സിമ്പിൾ ആയിരിക്കും. ഇതിനെ കോംപ്ലക്സ് ആയി കൺവേർട്ട് ചെയ്തിട്ട് വേണം അതിൽ വെക്കാൻ പറ്റണം. സോ നമ്മൾ ഈ ഒബ്ജക്ട് ബേസ്ഡ് ഡേറ്റ ഇതിനെ തന്നെ റിലേഷണൽ മോഡലിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുവാണ്. ഈ റിലേഷണലിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒബ്ജക്ട് ബേസ്ഡ് ഡേറ്റാബേസ്. ഇനി ഇതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് രണ്ട് അപ്രോച്ച് ആണ് ഉള്ളത്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ അതേപോലെ നമുക്ക് രണ്ട് അപ്രോച്ചസ് ആണ് ഉള്ളത്. ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഡേറ്റാബേസ് ഫ്രം ദ സ്ക്രാച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് ഒബ്ജക്ട് ബേസ്ഡ് ഡേറ്റാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ ഒബ്ജക്ട് ബേസ്ഡ് ഡേറ്റാബേസിൽ തന്നെ സ്റ്റോർ ചെയ്യാം. ബട്ട് ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് ബേസ്ഡ് ആയിട്ടുള്ള ഡേറ്റാബേസ് നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഈ സെക്കൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ നേറ്റീവ് ടൈപ്പിലുള്ള ഡേറ്റാസിനെ കോംപ്ലക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതും കോംപ്ലക്സ് ഡേറ്റ ടൈപ്സിനെ നേറ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതും. അതാണ് സെക്കൻഡ് അപ്രോച്ച്. അപ്പോൾ സെക്കൻഡ് അപ്രോച്ച് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. ബിക്കോസ് ഫ്രം ദ സ്ക്രാച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട, ഓൾറെഡി ഉള്ളത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഒബ്ജക്ട് ബേസ്ഡ് ഡേറ്റ ടൈപ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് അപ്രോച്ചസ് ആണുള്ളത്. ഒന്ന് നമ്മൾ ഒബ്ജക്ട് ഓറിയന്റഡ് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതും വേറൊന്ന് റിലേഷണൽ ഡേറ്റാബേസിനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതും. ഇനി കോംപ്ലക്സ് ഡേറ്റ ടൈപ്സ് ആണ്. അപ്പോൾ ട്രഡീഷണൽ ഡേറ്റാബേസിൽ നമുക്ക് സിമ്പിൾ ഡേറ്റ ടൈപ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതൊക്കെയാണ്? നമുക്ക് ഇൻറ്റ്, ക്യാർ, ബൂളിയൻ, ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഡേറ്റ ടൈപ്സിനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് വേണം. ആസ് നമ്മളുടെ ഇതിൽ ഊപ്സ് കോൺസെപ്റ്റ് അതെല്ലാം വരുന്നത് കൊണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് അല്ലെങ്കിൽ നെസ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് ഒക്കെ വേണം.
അതിനെയാണ് കോംപ്ലക്സ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ബട്ട് നമ്മളുടെ ട്രഡീഷണൽ ഡേറ്റാബേസിൽ അതൊന്നും പോസിബിൾ അല്ല, ബിക്കോസ് അതിൽ സിമ്പിൾ ഡേറ്റാബേസ് മാത്രമാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ അഡ്രസ് ആണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് വെക്കാം. ഈ അഡ്രസ്സിൽ എന്തൊക്കെയാണ് ഉള്ളത്? അഡ്രസ്സിൽ ഹോം നമ്പർ ഉണ്ട്, പിന്നെ സ്ട്രീറ്റ് അഡ്രസ് ഉണ്ട്, സിറ്റി ഉണ്ട്, ഡിസ്ട്രിക്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, പിൻകോഡ് ഉണ്ട്, ഇങ്ങനെ ഡിഫറെൻറ്റ് ഡേറ്റാസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് റിലേഷണൽ ഡേറ്റാബേസിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് എല്ലാത്തിനും ഓരോ കോളം വെച്ച് കൊടുക്കണം. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത് ആക്സസ് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ പാടായിരിക്കും. അപ്പോൾ അതേ ഇത് നമ്മൾ കോംപ്ലക്സ് ഡേറ്റ ടൈപ്പ് ഈ ഒരു കേസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോംപ്ലക്സ് ടൈപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെയിം ഉണ്ടെങ്കിൽ നെയിമിൽ എന്തൊക്കെ നെയിം ആയിരിക്കും? ഫസ്റ്റ് നെയിം കാണും, ലാസ്റ്റ് നെയിമും കാണും. അപ്പോൾ നമ്മൾ റിലേഷണൽ ഡേറ്റാബേസിലാണെങ്കിൽ ഫസ്റ്റ് നെയിമിന് ഒരു കോളം കൊടുക്കും, ലാസ്റ്റ് നെയിമിന് ഒരു കോളം കൊടുക്കും. ബട്ട് കോംപ്ലക്സ് ഡേറ്റ ടൈപ്പിൽ നമ്മൾ ചെയ്യുന്നത് നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ ടൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അണ്ടറിൽ ഈ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കും. അപ്പം നെയിം എന്ന് പറയുന്നത് ഒരു ഡേറ്റ ടൈപ്പ് ആണ്, അതിൻ്റെ അകത്ത് ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും വരും. ഇതാണ് കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പ്. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് ഡേറ്റ ടൈപ്സ് വെച്ചിട്ട് നമുക്ക് മോഡലിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ കോംപ്ലക്സ് ഡേറ്റ ടൈപ്പിൽ നമുക്ക് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്, പിന്നെ ജനറലൈസേഷൻ, സ്പെഷ്യലൈസേഷൻ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഈ ജനറലൈസേഷൻ, സ്പെഷ്യലൈസേഷൻ ഇതെല്ലാം പറയുന്നത് ഇൻഹെറിറ്റൻസ് ആണ്. ഊപ്സിൽ വരുന്ന ഇൻഹെറിറ്റൻസിനെയാണ് നമ്മൾ ജനറലൈസേഷൻ, സ്പെഷ്യലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഈ കോംപ്ലക്സ് ഡേറ്റ ടൈപ്സിൽ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഇത് മോഡൽ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനും പറ്റും. ആൻഡ് ഇതിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ഒന്നും വേണ്ട. നമ്മൾ ഈ മോഡലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കോംപ്ലക്സ് ഡേറ്റ ടൈപ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോഡൽ ആണെങ്കിൽ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ പ്രോസസ്സിന്റെ ആവശ്യവും ഇതിൽ വരൂല. അപ്പോൾ ഈ കോംപ്ലക്സ് ഡേറ്റ ടൈപ്സിൽ നമ്മൾ ചെയ്യുന്നത് ഡേറ്റാബേസിലുള്ള ഡേറ്റാസിനെ സെറ്റ് ഓഫ് റെക്കോർഡ്സ് ആയിട്ട് വ്യൂ ചെയ്യാതെ അതിനെ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ഓരോന്നിനെയും ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും വ്യൂ ചെയ്യുന്നത്. ഒബ്ജക്റ്റ് അതിനെ നമ്മൾ എൻറ്റിറ്റീസ് എന്നും പറയും. അപ്പോൾ ഈ കോംപ്ലക്സ് ഡേറ്റ ടൈപ്സിൽ എൻറ്റിറ്റീസ് ഒരു ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഡേറ്റാസിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്ട്രക്ചേർഡ് ടൈപ്സ് നോക്കാം. സ്ട്രക്ചേർഡ് ടൈപ്സും പിന്നെ അതിൻ്റെ കൂടെ ഇൻഹെറിറ്റൻസും എന്താണെന്ന് നോക്കാം. ഇപ്പോൾ സ്ട്രക്ചേർഡ് ടൈപ്സ് എന്ന് പറയുമ്പോൾ ഈ കോംപ്ലക്സ് ഡേറ്റാൻ്റെ ആ ഒരു ടൈപ്സ് ആണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഇതിൽ ഡിക്ലെയർ ചെയ്യാൻ പറ്റും, എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ സ്ട്രക്ചേർഡ് ടൈപ്സിൽ നമുക്ക് ഈ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് ഇതൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ സ്ട്രക്ചേർഡ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ആണ് ക്രിയേറ്റ് കീവേഡ് വേണം, പിന്നെ ടൈപ്പ് എന്നുള്ളത് കീവേഡ് ആണ്, പിന്നെ ടൈപ്പിന്റെ നെയിം നമ്മൾ കൊടുക്കുവാണ്. ഇപ്പോൾ ആസ് ഫസ്റ്റ് നെയിം var of 20, ലാസ്റ്റ് നെയിം var of 20, ഫൈനൽ. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് 1 by 1 നോക്കാം. ഇതിൽ ക്രിയേറ്റ് എന്ന് പറയുന്നത് ഒരു സിൻടാക്സ്, ഒരു കീവേഡ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പ് ആണ്. നെയിം എന്ന് പറയുന്നത് ഒരു ഡേറ്റ ടൈപ്പ് ആണ്. ആ നെയിമിൽ നമുക്ക് ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, ആൻഡ് ഫൈനൽ മീനിങ് ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാൻ ഇനി ഒന്നുമില്ല. ഇനി നമുക്ക് ലേറ്റർ ആയിട്ട് ഇതിൽ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാനും പറ്റൂല. അതാണ് ഇതിൽ ഫൈനൽ കീവേഡ് വെച്ചിട്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഒരു ഡേറ്റ ടൈപ്പ് ആണ്. ഡേറ്റ ടൈപ്പിന്റെ പേര് നെയിം ആണ്. നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ ടൈപ്പ് ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്താണ് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും വരുന്നത്. ഇനി അതേപോലെ അഡ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ ടൈപ്പ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ക്രിയേറ്റ് ടൈപ്പ് അഡ്രസ് ആസ്, അതിൽ സ്ട്രീറ്റ് ഉണ്ട്, സിറ്റി ഉണ്ട്, സിപ്പ് കോഡ് ഉണ്ട്, ആൻഡ് ഇത് നോട്ട് ഫൈനൽ എന്നും കൊടുത്തിട്ടുണ്ട്. നോട്ട് ഫൈനൽ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇതിൻ്റെ അണ്ടറിൽ ഇനിയും ടൈപ്സ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് നോട്ട് ഫൈനൽ എന്ന് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ യൂസർ ഡിഫൈൻഡ് ടൈപ്സ് ആണ്. ലൈക്ക് ഇൻറ്റ്, ക്യാരൊക്കെ ഇതിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടൈപ്സ് അല്ലേ, അതേപോലെ യൂസർ ഡിഫൈൻ ചെയ്യുന്ന ടൈപ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് യൂസർ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ സിൻടാക്സ് ആണ് ഇത്. ക്രിയേറ്റ് ടൈപ്പ്, ടൈപ്പിൻ്റെ പേര് അസ് കൊടുത്തിട്ട് അതിൽ എന്തൊക്കെ വേണോ അതൊക്കെ കൊടുക്കാം. പിന്നെ ഫൈനൽ ആണോ നോട്ട് ഫൈനൽ ആണോ എന്നും കൊടുക്കാൻ പറ്റും.
ഇനി ഈ ടൈപ്സ് വെച്ചിട്ട് നമുക്കൊരു ടേബിൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്തത്. ഒരു ടൈപ്പ് നെയിമും ഒരു ടൈപ്പ് അഡ്രസ്സും ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ടേബിളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ടേബിൾ, ടേബിളിൻ്റെ നെയിം പേഴ്സൺ ആണ്. ആൻഡ് ഇതിൽ നമ്മൾ നോർമലി എങ്ങനെയാണ് കൊടുക്കുന്നത്, ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം, പിന്നെ അതിൻ്റെ ഡേറ്റ ടൈപ്പ്, ഓരോ കോളത്തിൻ്റെ പേരും കൊടുക്കൂലേ. ബട്ട് ഇവിടെ കണ്ടോ, ഇവിടെ നെയിം എന്നാണ് കൊടുത്തേക്കുന്നത്. ഈ നെയിം എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്ത ആ ഒരു നെയിമാണ്. കണ്ടോ, നെയിം എന്ന് പറയുന്നത് ഒരു ടൈപ്പാണ്. അപ്പോൾ നെയിം നമ്മൾ നെയിം കൊടുക്കുന്നു. ആ നെയിമിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്ത ആ നെയിമാണ്. അതേപോലെ ഇപ്പോൾ അഡ്രസ്സും നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നു. അഡ്രസ്സിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ കൊടുത്ത ആ ഒരു അഡ്രസ് ടൈപ്പാണ്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ടൈപ്പ് ഡേറ്റ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു വിത്ത് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ്. ഇനി നമ്മൾ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിലുള്ള ഡേറ്റാസിനെ നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ നെയിമിൽ തന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു, ഫസ്റ്റ് നെയിം ഉണ്ടായിരുന്നു, അതേപോലെ ലാസ്റ്റ് നെയിം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഫസ്റ്റ് നെയിം ആണ് എടുക്കേണ്ടതെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് ഫസ്റ്റ് നെയിം എടുക്കാം. ആൻഡ് ലാസ്റ്റ് നെയിം ആണെങ്കിൽ ഡോട്ട് വെച്ചിട്ട് ലാസ്റ്റ് നെയിം എടുക്കാം. ഫോർ എക്സാമ്പിൾ, നെയിം ഡോട്ട് ഫസ്റ്റ് നെയിം, സോറി ഇത് നമ്മളുടെ ആ കോളത്തിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സ്മോൾ ലെറ്റർ നെയിം ഡോട്ട് ഫസ്റ്റ് നെയിം ഇങ്ങനെ കൊടുത്താൽ ആ ഒരു നെയിം ഡേറ്റ ടൈപ്പിലുള്ള ഫസ്റ്റ് നെയിം മാത്രമേ എനിക്ക് കിട്ടും. ഇപ്പോൾ ലാസ്റ്റ് നെയിം ആണ് വേണ്ടതെങ്കിൽ നെയിം ഡോട്ട് ലാസ്റ്റ് നെയിം ഇങ്ങനെ കൊടുത്താൽ എനിക്ക് ലാസ്റ്റ് നെയിം മാത്രം എനിക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഇങ്ങനെയാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിൽ നിന്ന് നമ്മൾ വാല്യൂസ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് ടൈപ്പ് പേഴ്സൺ ടൈപ്പ്. അപ്പോൾ ഒരു ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പേരെന്ന് പറയുന്നത് പേഴ്സൺ ടൈപ്പാണ്. അതിൽ നെയിം ഉണ്ട്, ലൈക്ക് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ടൈപ്പിലുള്ള ഇതും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം നെയിമാണ്, അഡ്രസ്സ് ആണ്, ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ആണ്, പിന്നെ നോട്ട് ഫൈനൽ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ക്രിയേറ്റ് ടേബിൾ പേഴ്സൺ ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ടൈപ്പ് വെച്ചിട്ടുള്ള ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടും. ആ ടേബിളിൻ്റെ പേര് പേഴ്സൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പേഴ്സൺ ടൈപ്പ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തു. അതിൽ നെയിം ഉണ്ട്, നെയിമിൻ്റെ ഡേറ്റ ടൈപ്പ് നെയിമാണ്, അഡ്രസ്സിൻ്റെ ഡേറ്റ ടൈപ്പ് അഡ്രസ്സാണ്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, നോട്ട് ഫൈനൽ എന്നും കൊടുത്തു. ആൻഡ് ഇതിൽ നിന്ന് നമ്മൾ ഒരു ടേബിളും ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സിനെ അൺനെയിംഡ് റോ ടൈപ്സ് വെച്ചിട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ കൊടുത്തേക്കുന്ന ഈ ഒരു സിൻടാക്സ് നമ്മൾ മുന്നേ ചെയ്തതും ഈക്വൽ ആണ്, രണ്ടും ഈക്വലൻ്റ് ആണ്. ബട്ട് ഇത് SQL വെച്ചിട്ട് നമ്മൾ വേറൊരു വേയിൽ ഡിഫൈൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇതൊരു ഓൾട്ടർനേറ്റീവ് വേ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു വേയും പഠിക്കാം, ഈ ഒരു മെത്തേഡും പഠിക്കാം. ഇതിന് മുന്നേ ചെയ്തതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്. പിന്നെ ഇതിൽ പറയുന്നത് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സിലുള്ള വാല്യൂസിനെ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി സെലക്ട് കീവേഡിൽ യൂസ് ചെയ്യുന്നത് ടേബിൾസിൽ, റിലേഷനിൽ. അപ്പോൾ സെലക്ട് കീവേഡ് തന്നെ യൂസ് ചെയ്യാം. സെലക്ട് നെയിം ഡോട്ട് ലാസ്റ്റ് നെയിം ആണോ ഫസ്റ്റ് നെയിം ആണോ, നമുക്ക് എന്താണ് വേണ്ടത് അതിനെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ലാസ്റ്റ് നെയിമും അഡ്രസ്സിൽ സിറ്റി ആണ് എടുക്കുന്നത് ഫ്രം പേഴ്സൺ ടേബിളിൽ നിന്ന്. ഇനി നമുക്ക് ഇതിൽ മെത്തേഡ്സും ഡിക്ലെയർ ചെയ്യാൻ പറ്റും. മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫങ്ഷൻസ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നാളെയാണ് നിങ്ങൾക്ക് DBMS എക്സാം വരുന്നത്. അപ്പോൾ ലൈക്ക് നിങ്ങളിപ്പോൾ ലാസ്റ്റ് മിനിറ്റിലാണ് പഠിക്കുന്നതെങ്കിൽ ഇങ്ങനെ വലിയ എക്സാമ്പിൾസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട. ജസ്റ്റ് കോൺസെപ്റ്റ്സ് എന്താണെന്ന് കൺഫേം ചെയ്ത് പോയിട്ട് അത് മാത്രം മനസ്സിലാക്കി പോയിട്ട് നിങ്ങളുടേതായ സ്വന്തമായിട്ട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇഫ് യു ഹാവ് ഇനഫ് ടൈം ബാക്കി മോഡ്യൂൾസ് എല്ലാം കവർ ചെയ്തു എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വലിയ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പഠിച്ചാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ആദ്യം നമ്മൾ ഒരു ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ക്രിയേറ്റ് ടൈപ്പ് പേഴ്സൺ ടൈപ്പ്. ആൻഡ് ഇതിൽ നെയിം ഉണ്ട്, നെയിമൊക്കെ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ച ടൈപ്പാണ്. അപ്പം നെയിമിൻ്റെ ടൈപ്പാണ്, അഡ്രസ്സിൻ്റെ ടൈപ്പാണ്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, നോട്ട് ഫൈനൽ എന്നും കൊടുത്തിട്ടുണ്ട്. നോട്ട് ഫൈനൽ എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് ഇനിയും സബ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം, അതാണ് മീനിങ്. ഇനി ഒരു മെത്തേഡും കൊടുത്തിട്ടുണ്ട്. മെത്തേഡ് ഏജ് ഓൺ ഡേറ്റ്. ഇപ്പോൾ ഏജ് ഓൺ ഡേറ്റ് ഇതാണ് മെത്തേഡിൻ്റെ പേര്, ഫംഗ്ഷൻ്റെ പേര്. അതിൽ നമ്മൾ ഓൺ ഡേറ്റും ആണ് പാസ് ചെയ്യുന്നത്.
ആൻഡ് അതിന് ഇന്റർവൽ ഇയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അതായത് ഏജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ഡേറ്റിലുള്ള ആ ഒരു കൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ടൈപ്പ്. നമ്മൾ ടൈപ്പ് ഇപ്പോൾ ഡിഫൈൻ ചെയ്തു. ഇനി മെത്തേഡ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്, അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതിൽ ക്രിയേറ്റ് ഇൻസ്റ്റൻസ് മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ്. ഇപ്പോൾ മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. മെത്തേഡിന്റെ പേര് ഏജ് ഓൺ ഡേറ്റ് ആണ്. ഇതിൽ പാരാമീറ്റേഴ്സ് എടുക്കുന്നുണ്ട്. എന്നിട്ട് റിട്ടേൺ ഇന്റർവൽ ഇയർ ആണ് ഫോർ പേഴ്സൺ ടൈപ്പ്. പേഴ്സൺ ടൈപ്പിന്റെ ഇന്റർവൽ ഇയർ ആണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ബിഗിൻ റിട്ടേൺ ഓൺ ഡേറ്റ് മൈനസ് സെൽഫ് ഡോട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എൻഡ്. അപ്പോൾ നമുക്ക് ഇതിൽ മെത്തേഡ്സും ഡിക്ലെയർ ചെയ്യാം, ടൈപ്പിന്റെ കൂടെ തന്നെ നമുക്ക് ഫങ്ഷൻസും ഇതിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിപ്പോ ഓൾമോസ്റ്റ് നമ്മളുടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് എല്ലാം തന്നെ DBMS നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ഇത് ജസ്റ്റ് ആ പ്രോഗ്രാമിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കൺസ്ട്രക്ടറും യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമുക്ക് കൺസ്ട്രക്ടർ, ഡിസ്ട്രക്ടർ, ഇങ്ങനെ കുറെ കോൺസെപ്റ്റ്സ് ഒക്കെ ഇല്ലേ. അപ്പൊ ഇതിൽ കൺസ്ട്രക്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സെൽഫ് ഡോട്ട്, നിങ്ങൾ പൈത്തൺ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെൽഫ് എന്താണെന്ന് അറിയാം. അതിൽ യൂസ് ചെയ്യുന്ന സെയിം കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇതിലും ഈ സെൽഫിനൊക്കെ യൂസ് ചെയ്യുന്നത്. സെറ്റ് സെൽഫ് ഡോട്ട് ഫസ്റ്റ് നെയിം ഈക്വൽ ടു ഫസ്റ്റ് നെയിം, സെൽഫ് ഡോട്ട് ലാസ്റ്റ് നെയിം ഈക്വൽ ടു ലാസ്റ്റ് നെയിം. ഇനി നമുക്ക് പുതിയൊരു ഡേറ്റ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം, ആ ടൈപ്പിൽ പുതിയൊരു ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇൻസേർട്ട് ഇൻ ടു പേഴ്സൺ ടേബിളിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. വാല്യൂസിൽ ന്യൂ നെയിം നമുക്കറിയാം, ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം. നെയിം എന്ന് പറയുന്നത് ഒരു ഡേറ്റ ടൈപ്പ് ആണ്. ഇതിൽ ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ടെന്ന്. അപ്പൊ ന്യൂ നെയിം ഓഫ്, നമുക്ക് രണ്ട് നെയിമും കൊടുക്കാം. കൊമ അഡ്രസ്സിൽ നമ്മളുടെ അഡ്രസ്സ് ഇങ്ങനെ കൊമ ആയിട്ട് കൊടുക്കാം, പിന്നെ ഡേറ്റിൽ ഡേറ്റ് കൊടുക്കാം. അപ്പൊ ന്യൂ കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ അതിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ഇനിയുള്ളത് ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണ്. നമുക്കറിയാം ടൈപ്പ് എന്ന് പറയുമ്പോൾ ലൈക്ക് നോർമലി ഉള്ള സിമ്പിൾ ഡേറ്റ ടൈപ്സ് പോലെ തന്നെ യൂസർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ് ടൈപ്പ്. അപ്പൊ ഈ ടൈപ്പ് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. ഇൻഹെറിറ്റ് മീനിങ് എന്താണ്? ഇപ്പൊ ഒരു പാരന്റ് ഉണ്ടെങ്കിൽ ഈ പാരന്റിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ചൈൽഡിന് കിട്ടും. ഇതാണ് സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഇൻഹെറിറ്റൻസ്. അപ്പൊ ഇതിൽ ടൈപ്പ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. ടൈപ്പ് ഇൻഹെറിറ്റൻസ് എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യം ഇതിലൊരു ടൈപ്പ് ഉണ്ട്. പേഴ്സൺ ആണ് ടൈപ്പിന്റെ നെയിം. അതിൽ പേഴ്സന്റെ നെയിമും അഡ്രസ്സും ഉണ്ട്. ഓക്കെ, ഇത് ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു ടൈപ്പ് ഉണ്ട്, ആ ടൈപ്പിന്റെ നെയിം പേഴ്സൺ ആണ്. പിന്നെ ആ ടൈപ്പിൽ അതിൽ നമുക്ക് പേഴ്സന്റെ നെയിമും പേഴ്സന്റെ അഡ്രസ്സും ഉണ്ട്. ഇനി നമുക്ക് ഇതിൽ വേറെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ അടുത്ത് സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അവരെയും കൂടെ ആഡ് ആക്കണമെന്ന് വെക്കാം. ഇതിൽ ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്, ടീച്ചർ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്. അപ്പൊ ഇതിൽ സ്റ്റുഡന്റിനും നെയിം കാണും, അഡ്രസ്സും കാണും, ടീച്ചറിനും നെയിമും അഡ്രസ്സും കാണും. അപ്പൊ ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ, മാർക്ക്, അതൊക്കെ ആയിരിക്കും. അതേപോലെ ടീച്ചറിന് എക്സ്ട്രാ ആയിട്ട് വരുന്നത് ടീച്ചർ ID, പിന്നെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും എക്സ്ട്രാ ആയിട്ട് വരുന്നത്. അപ്പോ ഈ സ്റ്റുഡന്റിന് ഈ പേഴ്സണിൽ നിന്ന് എനിക്ക് ഇൻഹെറിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സന്റെ പ്രോപ്പർട്ടീസും ഈ സ്റ്റുഡന്റിന് കിട്ടും, സ്റ്റുഡന്റിന്റെ പ്രോപ്പർട്ടീസും അതിന് കാണും. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ക്രിയേറ്റ് ടൈപ്പ് സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് ഒരു ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അണ്ടർ പേഴ്സൺ ആണ്. ഇതാണ് ഇൻഹെറിറ്റ് ചെയ്യാനുള്ള കീവേഡ്. അണ്ടർ പേഴ്സൺ എന്ന് പറയുമ്പോൾ പേഴ്സൺ ടൈപ്പിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഈ സ്റ്റുഡന്റിന് കിട്ടും. അപ്പൊ ക്രിയേറ്റ് സ്റ്റുഡന്റ് അണ്ടർ പേഴ്സൺ ആണ്. ആൻഡ് ഇതിൽ പേഴ്സണിലുള്ള എല്ലാ ആ ഒരു റോൾസും ആ കോളംസും ഈ സ്റ്റുഡന്റിന് കിട്ടും. അതിലല്ലാതെ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നത് ഡിഗ്രി, ഡിപ്പാർട്ട്മെന്റ്, ഈ രണ്ട് ഡേറ്റ ടൈപ്സ് ആയിരിക്കും. അതേപോലെ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അണ്ടർ പേഴ്സൺ ആണ്. അപ്പൊ ഇതിൽ ടീച്ചറിന് ഈ പേഴ്സണിലുള്ള എല്ലാ പ്രോപ്പർട്ടീസ്, എല്ലാ കോളംസ് കിട്ടും. അതല്ലാതെ സാലറിയും ഡിപ്പാർട്ട്മെന്റും കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ഇത് നമ്മൾ വേറെ പേഴ്സൺ ടേബിളിൽ നിന്നാണ്, പേഴ്സൺ ടൈപ്പിൽ നിന്നാണ് ഈ സ്റ്റുഡന്റ് ടൈപ്പും ടീച്ചർ ടൈപ്പും നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. ആൻഡ് ഇനി ഉള്ള ഒരു തിങ് ആണ്, ഇപ്പൊ ഞാൻ ഈ പേഴ്സൺ ആ ഒരു ടൈപ്പിനെ സെലക്ട് ചെയ്ത് എടുത്താൽ എനിക്ക് പേഴ്സന്റെ ഡീറ്റെയിൽസ് വരും. പേഴ്സന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയായിരിക്കും എനിക്ക് വരുന്നത്? പേഴ്സന്റെ നെയിം, അഡ്രസ്സ് വരും. അപ്പൊ അതിന്റെ കൂടെ തന്നെ സ്റ്റുഡന്റിൽ ഞാനിപ്പോൾ ഏതെങ്കിലും ഡേറ്റാസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റുഡന്റിന്റെ നെയിമും അഡ്രസ്സും കൂടെ എനിക്ക് കിട്ടും. ബട്ട് സ്റ്റുഡന്റിന്റെ ഡിഗ്രി, ഡിപ്പാർട്ട്മെന്റ് ഒന്നും കിട്ടൂല. ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പൊ പേഴ്സൺ ടേബിളിൽ എനിക്ക് A, പിന്നെ ABC, ഒരു പേഴ്സന്റെ പേര് A,
ഇത് അഡ്രസ്സ് ABC എന്നുണ്ടെന്ന് വെക്കാം. അപ്പോൾ സ്റ്റുഡൻറ് ടേബിൾ നമുക്കറിയാം പേഴ്സൺ ടേബിളിനും കൂടെയാണ് ഇൻഹെറിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ നെയിം കാണും, സ്റ്റുഡൻറ്റിൻ്റെ അഡ്രസ്സ് കാണും, അതേപോലെ സ്റ്റുഡൻറ്റിൻ്റെ ഡിഗ്രി UG, സ്റ്റുഡൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് MCA ഇതും കാണും. അപ്പോൾ സ്റ്റുഡൻറ് നെയിം B ആണ്, അഡ്രസ്സ് BCD, ഡിഗ്രി UG, ഡിപ്പാർട്ട്മെൻറ്റ് MCA. ഓക്കെ, ഇനി നോക്കാം. ഇപ്പോൾ സപ്പോസ് ഞാൻ പേഴ്സൺ ടേബിളിനെയാണ്, പേഴ്സൺ ടൈപ്പിനെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ABC അതേപോലെ BCD ഇതും കിട്ടും. ലൈക്ക് പേഴ്സൺ ടേബിളിലുള്ള ആ പേഴ്സണും കിട്ടും, സ്റ്റുഡൻറ് ടേബിളിലുള്ള ഈ ഒരു പേഴ്സണും കിട്ടും. ബട്ട് സ്റ്റുഡൻറ് ടേബിളിലുള്ള ആ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റ് കിട്ടൂല. സ്റ്റുഡൻറ് ടേബിളിലുള്ള നെയിമും ആ ഒരു അഡ്രസ്സ് മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി സ്റ്റുഡൻറ് ടേബിളിലുള്ള ഡിഗ്രി ഡിപ്പാർട്ട്മെന്റ് ഇതെല്ലാം കിട്ടണമെങ്കിൽ സ്റ്റുഡൻറ് ടൈപ്പ് വേണം എനിക്ക് സെലക്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ പേഴ്സൺ ടൈപ്പ് പാരന്റിനെയാണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ പാരന്റും ചൈൽഡിലും ഉള്ള ആ കോമൺ ടേബിൾ എല്ലാം പ്രിന്റായി വരും. ഇപ്പോൾ ചൈൽഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ പാരന്റ് ആൻഡ് ചൈൽഡിലുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കിട്ടും. അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഫൈനൽ ആൻഡ് നോട്ട് ഫൈനൽ ആ കീവേഡ്സിന്റെ ഡിഫറൻസും പറയുന്നുണ്ട്. ഫൈനൽ ആണെങ്കിൽ ഇതിൽ എക്സ്ട്രാ ഫീൽഡ് ഇനി ആഡ് ആക്കാൻ ഇല്ല എന്നാണ് മീനിങ്. നോട്ട് ഫൈനൽ മീനിങ് ഇനിയും എക്സ്ട്രാ ഫീൽഡ് ആഡ് ആക്കാം. സോ ഇതേപോലെ ടേബിൾ ഇൻഹെറിറ്റൻസ് ഉണ്ട്. ടേബിൾ ഇൻഹെറിറ്റൻസ് സെയിം ആണ്. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻസ് ഓഫ് സ്റ്റുഡൻറ്റ്. നമ്മൾ സ്റ്റുഡൻറ്റ് ഒരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ അതിൻ്റെ ടേബിളാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അണ്ടർ പീപ്പിൾ. അതേപോലെ ടീച്ചേഴ്സിൻ്റെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രം ടീച്ചർ ടൈപ്പ്, ആൻഡ് അത് അണ്ടർ പീപ്പിളിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ടേബിൾ ഇൻഹെറിറ്റൻസ് ആണ്. ഇനി നമുക്കിതിൽ മൾട്ടി വാല്യൂഡ് ലൈക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും കൂടി ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമുക്ക് ആദ്യം ഒരു പേഴ്സൺ ടേബിൾ ഉണ്ടായിരുന്നു. പേഴ്സൺ ടേബിളിൽ നിന്ന് സ്റ്റുഡൻറ്റ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തു, അതേപോലെ ടീച്ചറും ഇൻഹെറിറ്റ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് ഈ സ്റ്റുഡൻറ്റ് ആൻഡ് ടീച്ചർ ഈ രണ്ട് ടേബിളിൽ നിന്ന് വേറൊരു പുതിയ ഒരു ടൈപ്പ് ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും. അതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ക്രിയേറ്റ് ടേബിൾ ടീച്ചിങ് അസിസ്റ്റൻറ്റ് ഓഫ് ടീച്ചിങ് അസിസ്റ്റൻറ്റ്. അതിൻ്റെ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അണ്ടർ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ആണ്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ പ്രോപ്പർട്ടീസും കിട്ടും, ടീച്ചേഴ്സിൻ്റെ പ്രോപ്പർട്ടീസും കിട്ടും. സോ ഇത്രയേ ഉള്ളൂ ടേബിൾ ഇൻഹെറിറ്റൻസ്. ഇനി അറേ ആൻഡ് മൾട്ടി സെറ്റ് നോക്കാം. അത് സിമ്പിൾ ആണ്. ലൈക്ക് അറേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, നമുക്ക് അതൊരു ഓർഡേർഡ് കളക്ഷൻ ആണ്. അപ്പോൾ അത് നമ്മൾ ഇൻഡെക്സ് വാല്യൂസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ആക്സസ് ചെയ്യുന്നത്. പിന്നെ അറേ കൊടുക്കണമെങ്കിൽ അറേ, പിന്നെ അതിൻ്റെ സൈസ് കൊടുക്കണമെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുക്കാം. വാല്യൂസ് കൊടുക്കണമെങ്കിലും സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് കോമ ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ മൾട്ടി സെറ്റ് എന്ന് പറയുന്നത് ഒരു അൺഓർഡേർഡ് കളക്ഷൻ ആണ്. അതിൽ എലമെന്റ് മൾട്ടിപ്പിൾ ടൈംസ് ഒക്കർ ആവാം. അറേസിലും മൾട്ടിപ്പിൾ ടൈംസ് ഒക്കർ ആവാം. അതേപോലെ മൾട്ടി സെറ്റിലും മൾട്ടിപ്പിൾ ടൈംസ് ഒക്കർ ആവാൻ പറ്റും. അപ്പോൾ ഇതാണ് അറേ ക്രിയേറ്റ് ചെയ്യേണ്ട സിൻടാക്സ്. അറേ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മൾ ഓരോ ഇത് ഇപ്പോൾ ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് കൊമായിട്ട് കൊടുക്കാം. ഇതിൽ സ്ട്രിങ് ആണ്, സോ സിംഗിൾ കോട്ട്സിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മൾട്ടി സെറ്റും സെയിം വേയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനിയുള്ളത് ഒബ്ജക്റ്റ് ഐഡന്റിറ്റി ആൻഡ് റെഫറൻസ് ടൈപ്പ് ഇൻ SQL ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആണെങ്കിൽ നമുക്ക് നോർമലി റിലേഷണൽ ഡേറ്റാബേസ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഫോറിൻ കീയുടെ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ടേബിൾ തമ്മിലുള്ള ഒരു റിലേഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ ഫോറിൻ കീ ആ ഒരു കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇതിൽ നമ്മളിപ്പോൾ ഒബ്ജക്ട്സ് ഒക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സിനെ നമ്മൾ റിലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്യും. അത് ഒബ്ജക്റ്റ് ഐഡന്റിറ്റി ആണ്. ലൈക്ക് അത് നമ്മൾ മാനുവലി അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും ഒരു ID. അത് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് റിലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് ടൈപ്പ് ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിൽ നെയിം ഉണ്ട്, പിന്നെ ഹെഡ്, റെഫറൻസ്, പേഴ്സൺ, സ്കോപ്പ്, പീപ്പിൾ. അപ്പോൾ ഇതിന്റെ റെഫറൻസ് എന്ന് പറയുന്നത് പേഴ്സൺ ടേബിൾ ആണ്, ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്നത് പേഴ്സണിലുള്ള പീപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിൾ ഡിക്ലെയർ ചെയ്തു, അതിൽ സ്കോപ്പും കൊടുത്തു, പിന്നെ റെഫറൻസ് ചെയ്യാനുള്ള ആ ഒരു ഇതും കൊടുത്തു, ആ ഒരു ടൈപ്പും കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു ടൈപ്പ് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റൂല, ബിക്കോസ് ഇതിൽ റെഫറൻസ്, സ്കോപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സ്കോപ്പ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം. സ്കോപ്പ് റിമൂവ് ചെയ്തിട്ട് ക്രിയേറ്റ് ടേബിൾ ഡിപ്പാർട്ട്മെന്റ്, ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന അവിടെ നമുക്ക് സ്കോപ്പ് കൊടുക്കാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിന്റെ ഹെഡിന്റെ റെഫറൻസ് എന്ന് പറയുന്നത് വേറൊരു ടൈപ്പാണ്, പേഴ്സൺ ടൈപ്പാണ്. ആൻഡ് അതിന്റെ സ്കോപ്പും കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ഇപ്പോൾ പേഴ്സൺ ടൈപ്പ് ആണെങ്കിൽ പേഴ്സൺ ടൈപ്പിൽ നിന്ന് നമുക്ക് കുറേ ഇൻഹെറിറ്റ് ചെയ്തെടുത്ത വേറെ ടൈപ്സ് ഒക്കെ കാണും. അപ്പോൾ അതിൽ നമ്മൾ സ്കോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് പീപ്പിളിനെയാണ്. സോ ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു വിട്ടാൽ തന്നെ എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ PDF ലൈക്ക് നമ്മളുടെ പീക്ക് ടൈം ലേണേഴ്സ് ടെലഗ്രാം ചാനലിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് S1 അല്ലെങ്കിൽ S3 അങ്ങനെയൊക്കെ സെർച്ച് ചെയ്താലും മതി. SEM1 SEM3 എന്ന്. അതിൽ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ കയറിയിട്ട് SEM2 എടുത്താൽ ഈ ഒരു PPT കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. താങ്ക് യു.